ഹലോ ഗൈസ്, വെൽക്കം ടു പീഡിയ. അപ്പോൾ നമുക്ക് T20 വേൾഡ് കപ്പിന്റെ കറന്റ് ഫിക്സ്ചേഴ്സ് ആൻഡ് എവറിത്തിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്തല്ലോ. യെസ്. സോ റൈറ്റ് നൗ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വി ഹാവ് 20 ടീംസ് ടു പെർഫോം ഇൻ T20 വേൾഡ് കപ്പ് ദിസ് ഇയർ 2026. അതിൽ ഗ്രൂപ്പ് എയില് ഇന്ത്യ, പാകിസ്ഥാൻ, USA, നെതർലാൻഡ്സ്, നമീബിയ. ഇതിൽ ആര് ജയിക്കുന്നതാണെന്ന് തോന്നുന്നു? സൂപ്പർ ഫോറില് ഓഫ് കോഴ്സ് ആയിട്ട് ഇതിനകത്ത് ടോപ്പ് 2 ഇന്ത്യയും പാകിസ്ഥാനും ആണ് നല്ല ഫേവറേറ്റ്സ് ആണ്. പക്ഷെ പാകിസ്ഥാൻ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം ബോയ്ക്കോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നെറ്റ് റൺ റേറ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ USA ചെറിയ ചാൻസ് ഉണ്ട്. USA ഈ പറഞ്ഞ പോലെ ഫുള്ള് ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കഴിഞ്ഞ വേൾഡ് കപ്പില് പാകിസ്ഥാൻ ഒന്ന് സർപ്രൈസ് ചെയ്താണല്ലോ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ഒന്ന് സർപ്രൈസ് ചെയ്താൽ നെതർലാൻഡ്സ് ഇസ് ഓൾസോ എ ഗുഡ് ടീം. പണ്ട് ഒരു വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്, T20 അല്ല 50 ഓവർ. നമീബിയയും പണ്ട് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്, പണ്ട് ക്രിക്കറ്റിൽ ഇതായിരുന്നു. പക്ഷെ കൊള്ളാം. പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഡ്രാമയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് സൂപ്പർ എയ്റ്റിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. സൂപ്പർ എയ്റ്റിലോട്ട് മിക്കവാറും ഗ്രൂപ്പ് ചെയ്യുന്ന അവർ രണ്ടുപേരും തന്നെയായിരിക്കും. പിന്നെ ഗ്രൂപ്പ് ബി ഓസ്ട്രേലിയ, ശ്രീലങ്ക, അയർലാൻഡ്, സിംബാബ്വെ, ഒമാൻ. ഇതില് ഓഫ്കോഴ്സ് ഓസ്ട്രേലിയയും ശ്രീലങ്കയും ഭയങ്കര ഫേവറേറ്റ്സ് ആണ്. ശ്രീലങ്കയുടെ ഹോം കാര്യം ഇന്ത്യയുടെ കൂടെ തന്നെ അറിയാലോ, ഇന്ത്യ ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതോട് കൂടെ തന്നെ ഹോസ്റ്റ് ആയിട്ട് ശ്രീലങ്കയുണ്ട്. 3 സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നു. 3 സ്റ്റേഡിയത്തിൽ അവിടെയും കളി നടക്കുന്നുണ്ട്. അപ്പോ ശ്രീലങ്കയും വലിയ ഫേവറേറ്റ്സ് ആണ്. അപ്പോ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മിക്കവാറും അവർ രണ്ടുപേരും തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ ഗ്രൂപ്പ് സി ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, സ്കോട്ട്ലാൻഡ്, നേപ്പാൾ ആൻഡ് ഇറ്റലി. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലി ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ ഒരു അപ്പിയറൻസ് നടത്തുന്നത്. ഇറ്റലി യൂറോപ്പില് ചാമ്പ്യൻഷിപ്പ് എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമീബിയ ഇവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ആഫ്രിക്കയിൽ ഒരു ചാമ്പ്യൻഷിപ്പ്, അതുപോലെ യൂറോപ്പിൽ ഒരു ചാമ്പ്യൻഷിപ്പ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ചാമ്പ്യൻഷിപ്പുകൾ നടന്നിട്ടാണ് ശരിക്കും പറഞ്ഞു ക്വാളിഫൈ ആവുന്നത്. ഇറ്റലിയുടെ സ്കോഡും നോക്കട്ടെ ഞാൻ. നമുക്ക് അറിയാവുന്നതായിരുന്നു തന്നെ കാണാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും ഇന്ത്യൻസ് ഉണ്ടോ? എനിക്ക് അങ്ങനെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. അതായത് യൂറോപ്യൻ, എനിക്ക് തോന്നുന്നു യൂറോപ്യൻസ് തന്നെയാന്ന് തോന്നുന്നുണ്ട് ഇറ്റലിയില്. സെയിൻ അലി ഉണ്ട്, അലി ഹസൻ, വേറെ പേര് സയ്യിദ് ജസ്പ്രീത് സിംഗ്. അങ്ങനെ 4-5 പേരുണ്ട്. പാകിസ്ഥാനികളും ഇന്ത്യൻസും ആണ് മെയിൻ ആയിട്ട്. 3-4 പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഫാൻ ഫേവറേറ്റ്സ് ആയിട്ട് ശരിക്കും പറഞ്ഞ ഗ്രൂപ്പ് ചെയ്യുന്ന ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും ആണ് ചാൻസ് കൂടുതലും. നേപ്പാളും ചെറിയൊരു ടീമല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ അധികം ഇന്റർനാഷണൽ എക്സ്പോഷർ അധികം കണ്ടിട്ടില്ല, പക്ഷെ പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും. പക്ഷെ വെസ്റ്റ് ഇൻഡീസ് നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആണ്. എല്ലാ ടീമും പ്രിപ്പയർഡ് ആണ് ആക്ച്വലി. ഈവൻ ഇംഗ്ലണ്ട് നല്ല പ്രിപ്പയർഡ് ആണ്. പിന്നെ ഗ്രൂപ്പ് ഡി ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, കാനഡ, UAE. ഇതില് ഓഫ്കോഴ്സ് ആയിട്ട് നമ്മൾ കാനഡയിലാവുന്ന ഞാൻ കാനഡയുടെ ഫേവറേറ്റ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല. സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും അഫ്ഗാനിസ്ഥാനും ഇതാണ് ഭയങ്കര ടൈറ്റ് ആയി. ഈ 3 ശരിക്കും പറഞ്ഞ ഗ്രൂപ്പ് ഡി ആണ് എനിക്ക് തോന്നിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്ലാഷ് നടക്കാൻ പോകുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്ടിമ നടക്കാൻ പോകുന്ന ഗ്രൂപ്പ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE, കാനഡ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് എടുത്തിട്ടാണ് വരുന്നത്. എക്സ്പീരിയൻസ് കുറവുള്ള ഒരു ടീമല്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ട് കുറെ കളികൾ കളിച്ചിട്ടില്ല, സീരീസിൽ കളിച്ചിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചിലപ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ടീം. ആൻഡ് UAE ചെറിയൊരു ടീമായിട്ട് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഗ്രൂപ്പ് ഡി ഈസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് ഡ്രമാറ്റിക് ഗ്രൂപ്പ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ അവർ മെയിൻ സ്ട്രീം ടീമുകൾ 3 ഓൾറെഡി ആയി. പിന്നുള്ളത് കാനഡ, UAE. പക്ഷെ എന്റെ പ്രൊഡിക്ഷൻ അതാ ഞാൻ പറയുന്നത്, സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തന്നെ മോസ്റ്റ് ലൈക്ലി അവരാണ് എനിക്ക് തോന്നുന്നു. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും. അഫ്ഗാനിസ്ഥാൻ ആരെയാണോ അട്ടിമറിക്കാനുള്ള സാധ്യത ഉള്ളത് ചിലപ്പോ നെവർ നോ. പിന്നെ അപ്പൊ പ്രൊജക്റ്റഡ് സൂപ്പർ 8-ലെ ഒരു 2 ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ അപ്പൊ ആദ്യം ഇന്ത്യ, ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും അങ്ങനെയാണ് വരാൻ സാധ്യത ഉള്ളത്. പിന്നെ സൂപ്പർ ഗ്രൂപ്പ് 2 സൂപ്പർ 8-ന്റെ രണ്ടാമത്തെ ഗ്രൂപ്പ് വരുമ്പോൾ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക. ആൻഡ് ബേസിക്കലി സൂപ്പർ 8-ൽ മാച്ച് നടക്കും. അതിനുശേഷം സെമിഫൈനൽ ടോപ്പ് 4 വരും. പിന്നെ സെമിഫൈനൽ, ഫൈനൽ. ആരൊക്കെയായിരിക്കും ടോപ്പ് 4 വരാൻ സാധ്യതയുള്ളത്? പ്രൊഡിക്ഷൻ അത് ടഫാണ്. പക്ഷെ ഇന്ത്യ ഫോർ ഷുവർ. ഓസ്ട്രേലിയ ഒന്നും പറയാൻ പറ്റാത്തൊരു ഓസ്ട്രേലിയ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നിലവിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനിൽ പോയിട്ട് 3-0 സീരീസ് തോറ്റിക്കോ.
ഓസ്ട്രേലിയൻ ടീം ശരിക്കും പറഞ്ഞ പണ്ട് ഇങ്ങനെ കാണിച്ച ഇങ്ങനത്തെ ഒരു സംഭവം കാണിച്ചിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 തോന്നുന്നു ആരൺ ഫിഞ്ചിന്റെ കീഴിൽ ഒരു അടുപ്പിച്ച ഒരു 2-3 സീരീസ് എല്ലായിടത്തും പോയി തോറ്റിട്ട് അവരൊന്ന് വേൾഡ് കപ്പ് എടുത്തു. അപ്പോ you never know what's going to happen with Australian team. You cannot predict an Australian team. അവര് ആദ്യത്തെ കളി തോറ്റു, ഒന്നും പറയാൻ പറ്റില്ല. അഹമ്മദാബാദിൽ അപ്പൊ അതുകൊണ്ട് ഓസ്ട്രേലിയ ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ ഇല്ലാത്ത ഓസ്ട്രേലിയ എപ്പോഴും ഉണ്ട്. സോ സെക്കൻഡ് സ്പോട്ട് ഗോസ് ടു ഓസ്ട്രേലിയ. സൗത്ത് ആഫ്രിക്ക ഫോർ ഷുവർ. കാര്യം എന്റെ ഒരു അഭിപ്രായത്തിൽ സൗത്ത് ആഫ്രിക്ക വൺ ഓഫ് ദ ബെസ്റ്റ് T20 സ്ക്വാഡാണ്. അവർക്ക് ഈ പറഞ്ഞാൽ അവരും ഒരുപാട് ബോക്സുകൾ ടിക്ക് ചെയ്തിട്ടാണ് ഇന്നിപ്പോ കളിച്ച കളി തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് അത്ര മോശമൊന്നുമല്ല. റൺ ചെയ്തിട്ട് 30 റണ്ണാ തോറ്റത്. അതെ, അത് റിട്ടയർഡ് ആണ് എനിക്ക് മെയിൻ പ്ലേസ് എല്ലാവരും കുറച്ച് ഇത് കിട്ടി കഴിഞ്ഞപ്പോ തന്നെ ലൈക് they were like okay we will give chance to the other guys. മാർക്കോ യാൻസൺ ഹൈറ്റ്ല അവൻ ബാറ്റിംഗ് ചെയ്യും. മാർക്കോ യാൻസൺ ചെറിയ കളിയൊന്നുമല്ല, അവരുടെ ഏറ്റവും പ്രീമിയർ ഓൾറൗണ്ടറിലുള്ള ഒന്നാണ് മാർക്കോ യാൻസൺ. അപ്പോ പിന്നെ ഈ വേൾഡ് കപ്പില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന പ്ലേയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിട്ട് മെയിൻ ആയിട്ട് നമുക്ക് അഭിഷേക് ശർമ്മ. ഇങ്ങനെ ഞാൻ ചോദിക്കാം, ഇപ്പോ മാൻ ഓഫ് ദ ടൂർണമെന്റ് ആവാൻ ചാൻസ് ഉള്ളതായിരിക്കും? മൈ പ്രൊഡിക്ഷൻ ഈസ് അഭിഷേക് ശർമ്മ. ഇന്ത്യയിൽ അഭിഷേക് ശർമ്മ. ഐ എം തിങ്കിങ് സൂര്യകുമാർ യാദവ്. ഓക്കെ, ചാൻസ് ഉണ്ട്. ഫെയർ എനഫ്. മോസ്റ്റ് വിക്കറ്റ്സ് മിക്കവാറും എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ട് ഒന്നെങ്കിൽ ഇന്ത്യ ആയതുകൊണ്ട് വരുൺ ചക്രവർത്തി. ഇന്ത്യ ആണെങ്കിൽ അല്ല, ഇന്ത്യയും ശ്രീലങ്കയാണല്ലോ, അപ്പൊ അതുകൊണ്ട് വരുൺ ചക്രവർത്തി. സ്പിന്നേഴ്സ് മിക്കവാറും റൂൾ ചെയ്യാൻ സാധ്യതയുള്ള. പേസേഴ്സിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബുംറയും മാർക്കോ യാൻസണും ഈ രണ്ടുപേരും ഈക്വലി പൊട്ടൻഷ്യൽ ഉണ്ട്. കാര്യം എക്സ്പീരിയൻസും ഇതിനകത്തൊരു വലിയൊരു കീ തിങ് ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാര്യം ഓസ്ട്രേലിയൻ ടീമൊക്കെ കുറച്ചുകൂടെ അൺഎക്സ്പീരിയൻസ്ഡ് എല്ലാ. ഓസ്ട്രേലിയൻ ടീമിലെ ഇപ്പോ മിച്ചൽ മാഷാണ് ക്യാപ്റ്റൻ. പിന്നെ ടീമുണ്ട്, ക്യാമറൺ ഗ്രീൻ ഉണ്ട്, ഹേസൽവുഡ് ഉണ്ട്, ട്രാവിസ് ഹെഡ് ഉണ്ട്, മാക്സ്വെൽ ഉണ്ട്, സ്റ്റോയിനസ് ഉണ്ട്, ആഡം സാംബി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. ആകെ ഇല്ലാത്ത മറ്റേ സ്റ്റാർക്ക് ഇല്ല, പാറ്റ് കമിൻസ് ഇല്ല, സ്റ്റാർക്ക് ഇല്ല. പക്ഷേ എനിക്ക് ഇൻട്രൊഡ്യൂഷൻ ഓഫ് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ മെജോറിറ്റി എല്ലാവരും ഉണ്ടാവും. പിന്നെ ഇതില് പിന്നെ നമ്മള് ഇറ്റലി സ്ക്വാഡിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇറ്റലി സ്ക്വാഡ് രസമുണ്ട്, അതിന്റെ ക്യാപ്റ്റനെയൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമായി. ഇതുണ്ടോ അങ്ങനെ. പിന്നെ കനേഡിയൻ ടീം അങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാൻ റാഷിദ് ഖാൻ ചാൻസ് ഉണ്ട്. റാഷിദ് ഖാൻ പറഞ്ഞ ഏതാ സൂപ്പർ 8 എത്തുമോ അറിയില്ല. അപ്പോ എല്ലാവർക്കും നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് സ്ക്വാഡ്. അപ്പോ ഇവിടെ എല്ലാ സ്ക്വാഡിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ഒന്ന് പ്രദർശിപ്പിക്കുന്നതായിരിക്കും. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ആൻഡ് നല്ലൊരു ടൂർണമെന്റ് ആയിരിക്കട്ടെ. ഹോപ്പ്ഫുള്ളി വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർണമെന്റ്സ് ആയിരിക്കട്ടെ. ആൻഡ് കപ്പ് നമുക്ക് എടുക്കാൻ പറ്റട്ടെ. പീസ്. അപ്പോ പീസ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ please share, subscribe and like our video if you guys like our video, and thank you for supporting.